Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ചെയ്യാൻ പോകുന്ന കൊടപ്പൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് എന്ന് പറയും. അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും അത് വെച്ചിട്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. കൂടാതെ ഉദയംപേരൂർ ആമേട എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആമേട അമ്പലത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല. ഞാൻ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ സൈഡാണിത്. അമ്പലത്തിൻ്റെ സൈഡിലുള്ളൊരു കുളവ. ഇത് മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ സൈഡിൽ നദാനൊക്കെ ഉണ്ട്. ആമയുടെ അമ്പലത്തിൻ്റെ ബാക്കിലുള്ള കായലിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ കായലിൻ്റെ ബാക്കിൽ വന്നിട്ട് എടുത്തു. ഇതിൻ്റെ കഥ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാവിഷ്ണു കൂർമ്മ അവതാരത്തിൽ വന്നിട്ട് ഇവിടെ വന്നു എന്നാണ് പറയണത്. അതാണ് ഇവിടെ നമ്മുടെ ആമ. അതുകൊണ്ട് അപ്പോൾ ആ കൂർമാവതാരത്തിൽ വന്ന ആമ ഇരുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ആമയുടെ എന്നുള്ള പേര് വന്നത് കേട്ടോ. ഇവിടെ കായലിൻ്റെ സൈഡിലൊരു ആമയുടെ ഒരു ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. ദൂരോട്ട് വലിച്ചെറിയ സൗണ്ട് മൊത്തം കുളവാഴയാട്ടോ ഇവിടെയൊക്കെ നിറച്ചു. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. അമ്പലമായിട്ടാ കാണുന്നത്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ വാഴപ്പൂ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ ഈ പൂവിൻ്റെ എതളുകൾ ഇളക്കി കളയണം. ഇപ്പോൾ ഒരുവിധം മൂത്ത ഈ ഓരോ എതളുകളുണ്ടല്ലോ അതങ്ങ് കളയാം. നമുക്ക് ഒരുപാട് മൂത്ത ഭാഗം എടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി മൂത്തതാ. അപ്പോൾ ഒരു വൈറ്റ് കളർ വരുന്ന വരെ ഇത് ഇളക്കി കളയണം. ഇതിൻ്റെ തന്നെ ഓൾറെഡി കുറേ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കളയാം. പക്ഷേ ഈ പൂ കളയണ്ട കേട്ടോ, ഈ എതള് മാത്രം കളഞ്ഞാൽ മതി. ഞാനിത് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ വൈറ്റ് ഭാഗം ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പിഞ്ചായിട്ടുള്ളൊരു പാർട്ടാണ്. ബാക്കിയെല്ലാം മൂത്ത ഭാഗം എല്ലാം പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പൂവ് എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് അരിഞ്ഞ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അരിയുന്നത് എന്നുള്ളത്. ഇത് അരിയാൻ നേരം നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല കറയുണ്ടാവും. അത് അപ്പോൾ കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് എണ്ണ എടുത്തിട്ടുണ്ട്. അത് രണ്ട് കയ്യിലും നന്നായിട്ട് തേക്കുക, അല്ലെങ്കിൽ ആ വാഴക്കറ നമ്മുടെ കയ്യിൽ പിടിക്കും. കൈ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പൂവ് അങ്ങോട്ട് ഞാൻ ഇളക്കിയെടുക്കണേണ്. അരിയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാട്ടോ അത് ഇളക്കി മാറ്റുന്നത്. ഇനി ഇതുപോലെ കത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്യാബേജൊക്കെ അരിയുന്ന പോലെ ഇങ്ങനെ കൊത്തി കൊത്തി അരിയാം. ഇതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ചില ആൾക്കാർ പറയും ഏത്തവാഴയുടെ കുഴപ്പം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാ വാഴയുടെയും കുടപ്പൻ എടുക്കാം. നമുക്ക് ചിങ്ങമ്പഴത്തിൻ്റെ കുടപ്പം മാത്രം എടുക്കണ്ട കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഏത്തവാഴയുടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കുടപ്പൻ്റെ അകത്ത് വലിയ കറയൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഏത്തവാഴയുടെ മാത്രം എടുത്താൽ മതി എന്ന് പറയണത്. പക്ഷേ നമ്മൾ മറ്റുള്ള വാഴയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണ ഇതേ മെത്തേഡിൽ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് തിരുമുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടിഭാഗം ഒരു കട്ടിഭാഗം വരും. അവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ലേ വട്ടത്തിൽ ഒരു ചെറിയൊരു
ഭാഗം നമ്മൾ ക്യാബേജിൻ്റെ ഒക്കെ ഉള്ളുവശിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഇനി അത് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിടണ്ട. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചെരിച്ചിങ്ങനെ കൊത്തിയിട്ട് അരിയാം. നമ്മൾ മുറിക്കാണ്ട് അരിയുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഭാഗം എവിടെ എത്തി നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആ കട്ടി ഭാഗം ഒരു വട്ടത്തിലെ ഭാഗം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് അരിയാം. ഇനിയിപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മൾ അരിയണ പോലെ അങ്ങോട്ട് താഴോട്ട് അങ്ങ് അരിഞ്ഞ് പോയാൽ മതി. ആ നടുക്കത്തെ ഭാഗം എടുക്കാണ്ടിരുന്നാൽ മതി. ഇതുപോലെ അങ്ങനെ അടി വരെ അരിഞ്ഞെടുക്കാം. നല്ല ഒത്തിരി വൈറ്റമിൻസ് ഉള്ള ഒരു പൂവാട്ടോ ഈ വാഴപ്പൂ എന്ന് പറയുന്നത്. സാധാരണ ഇതെല്ലാവരും എടുക്കാറില്ല. അതാ ഇപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ ഞാൻ ഫുൾ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇതിൻ്റെ പൂവിൻ്റെ ഇതുപോലത്തെ പൂവിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇത് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് വീണോളൂ ഇതുപോലെ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കണക്കെ നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന ആ പൂവും കൂടി ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിടാം. എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. ഇങ്ങനെയാണ് വാഴപ്പൂവ് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ആട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് ഞെരുടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നൂല് പോലെ ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ കട്ടയായിട്ടിരിക്കുമല്ലേ, കണ്ടോ നൂല് കാണുന്നുണ്ടോ? അപ്പോൾ ആ നൂലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എണ്ണ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരുടി കൊടുക്കുക. അപ്പോൾ ആ നൂലൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് പറ്റി വരും. അതുപോലെ ആ കട്ടയായിട്ട് നമ്മൾ അരിയുമ്പോൾ ഇതെന്തായാലും കട്ടയായിട്ടായിരിക്കും വീഴുന്നത്. അപ്പം എല്ലാം ഇങ്ങനെ വിട്ട് വരികയും ചെയ്യും. ഇതുണ്ടോ ആ നൂലെല്ലാം കൂടെ എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കി മാറ്റാം. ഇങ്ങനെ ആക്കുമ്പോൾ സ്പൂണും തവിയൊന്നും ഇട്ടെന്ന് ഇളക്കരുത്. കൈ കൊണ്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ആ നൂല് നമ്മുടെ കയ്യെ പറ്റി പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി തന്നെ കൊടുക്കണം. അപ്പോൾ അത് വിട്ടും വരും. ആ നൂല് നമ്മുടെ കയ്യിലോട്ട് പറ്റുകയും ചെയ്യും. വാഴപ്പൂ കറി വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാട്ടോ. അത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വാഴയൊക്കെ ഉള്ളതല്ലേ. നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും വാഴയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അതുപോലെ വാഴപ്പൂക്ക് ഇഷ്ടംമാതിരി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നാരെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിത് വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരന് ആയതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു നുള്ളി ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരയേണ്ട, ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചാൽ മതി. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വൻപയർ ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വൻപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ ആവണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർക്കാം. അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്,
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, വളരെ കുറച്ച് മതി. നമുക്ക് ഈ പൂവൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ പയറൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ, ജസ്റ്റ് പൂവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.